ഞാൻ ആരാണ് എന്ന് ആരെങ്കിലും പെട്ടെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പക്കൽ കൃത്യമായൊരു മറുപടി ഉണ്ടോ? അതോ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് നിങ്ങളുടെ സ്വന്തം മുഖം തന്നെ കണ്ണാടിയിൽ നോക്കാൻ മറന്നുപോയ ഒരവസ്ഥയിലാണോ നിങ്ങൾ? ഹായ്, ഞാൻ ഷംന സോഫിയ. 100 ഡേ ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഡേ 1 ആണ് ഇന്ന് നമ്മുടെ 100 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ദിനം അല്ലേ. ഈ ഒരു 100 ദിവസം കൊണ്ട് നമ്മൾ എന്താണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ അനവധി ഏരിയകളിൽ നമുക്ക് മാറ്റം വരുത്തണം അല്ലേ. ജീവിതത്തിൽ ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, എത്ര ടൂൾസും പ്രാക്ടീസും ചെയ്തിട്ട് മാറ്റാൻ കഴിയാത്ത മനസ്സിനെ നമുക്ക് മാറാൻ വേണ്ടിയിട്ട് ഒരു അവയർനെസ്സിലൂടെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള മൈൻഡിൻ്റെ പ്രോഗ്രാമിലൂടെ നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റം കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ 100 ദിവസം കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കുന്നത്. അപ്പോൾ 100ാമത്തെ ഡേ നമുക്കൊരു ഗ്രാൻഡ് സെലിബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ 100 ദിവസവും ഓരോ ടോപ്പിക്കുകൾ, ഓരോ പ്രാക്ടീസും, ഓരോ അഫോർമേഷനുമായിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ വരുന്നുണ്ട്. എന്നും രാവിലെ നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടും. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി മുമ്പോട്ട് പോകാനാണ് 100 ദിവസത്തെ ചലഞ്ച് നിങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഡേ 1 ആണ് ഇന്ന്. അപ്പോൾ ഡേ 1 നമ്മുടെയൊക്കെ സ്വയം തിരിച്ചറിയാനും നമ്മുടെ സ്വയം മനസ്സിലാക്കാനും ഒക്കെ മറന്നു പോവാറുണ്ട് പലപ്പോഴും അല്ലേ. ഒരു ശൂന്യതയിൽ നിന്ന് പുറത്തു കടന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കാൻ നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആ മായാ ലോകത്തെ, അല്ലെങ്കിൽ ആ മാജിക്കൽ ആയിട്ടുള്ള, മിറാക്കിൾ ആയിട്ടുള്ള ആ ബ്യൂട്ടിഫുൾ വേൾഡിനെ റിയാലിറ്റിയിൽ നിന്നും തിരിച്ചറിഞ്ഞ് നമ്മുടെ യാഥാർത്ഥ്യത്തിൽ അതിനെ ജീവിച്ച് മൈൻഡ്ഫുള്ളായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാൻ നമ്മൾ പഠിക്കുകയാണ് ഈ 100 ദിവസം കൊണ്ട്. അതിൻ്റെ ആദ്യത്തെ ദിവസം സെൽഫിനെ തിരിച്ചറിയാം, സ്വയത്തെ തിരിച്ചറിയാം. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന, ഒന്ന് കണ്ണാടിയിൽ നോക്കാൻ പോലും സമയമില്ലാതെ, കണ്ണാടിയിൽ നോക്കിയാൽ എനിക്ക് അവിടെ പുള്ളി ഇവിടെ പുള്ളി എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളുന്ന ഒരവസ്ഥയിൽ നിന്നും മാറി നിങ്ങൾ ആരാണെന്ന്, എന്താണെന്ന് എന്ന് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതിലുപരി നിങ്ങൾ എത്രയോ അകന്നു പോയിട്ടുണ്ടാവും നിങ്ങളിൽ നിന്നും. ആ നിങ്ങളിലേക്ക് നിങ്ങളെ തിരിച്ചു പിടിക്കാനുള്ള ഒരു യാത്രയാണ് ഇന്ന്. ഇന്നത്തെ കാലത്ത് നമ്മൾ പലരുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. രാവിലെ മുതൽ രാത്രി വരെ ഓടുകയാണ്. കുടുംബത്തിന് വേണ്ടിയായിരിക്കും, ജോലിക്ക് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ബാധ്യതകൾ തീർക്കാൻ വേണ്ടിയായിരിക്കും, പല പല കാര്യങ്ങൾക്ക്, ബിസിനസ് ആവശ്യാർത്ഥം, ജോലി ആവശ്യാർത്ഥം, മക്കളുടെ വീട്ടിൽ, കുടുംബം എന്ന് പറഞ്ഞ് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ അലയുകയാണ് അല്ലേ. സന്തോഷിക്കാൻ നോക്കി നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും മറന്നുപോയ ഒരവസ്ഥയിലാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും കടന്നു പോകുന്നത്. അപ്പം സന്തോഷവും സമാധാനം എനിക്ക് വേണം, എനിക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും എവിടെയോ കുറച്ചൊരംശം നമുക്ക് അവിടെ ബാക്കിയായ പോലെ നമുക്ക് തോന്നും അല്ലേ. അപ്പോൾ ഒരു തിരക്ക് നിന്നൊക്കെ പെട്ടെന്ന് ഒരു ദിവസം നമ്മളൊന്ന് നിലയ്ക്കുമ്പോൾ, അല്ലെ ഒറ്റയ്ക്കായി നിൽക്കുന്ന സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു പോകുന്നൊരു ചോദ്യമുണ്ട്: എൻ്റെ ആഗ്രഹങ്ങൾ എന്തായിരുന്നു? ഞാൻ എന്തിനാണ് ഈ ജീവിതം ജീവിക്കുന്നത്? ഞാൻ ഇതായിരുന്നോ? എൻ്റെ ആഗ്രഹം ഇതൊന്നും അല്ലായിരുന്നല്ലോ. ഞാൻ എന്തൊക്കെയോ ആഗ്രഹിച്ചിരുന്നല്ലോ. ഒരു നത്തിങ്ങിലേക്ക്, ഒരു എംപ്റ്റിനെസ്സിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ഒരു ദിവസം നിങ്ങളെ വീട്ടിൽ ആരും ഇല്ലാതെ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം ഭയങ്കര തിരക്കിൽ നിന്നൊക്കെ മാറി ഒരു 2 ദിവസം മാറി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ശൂന്യത അനുഭവപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ. ആ ശൂന്യത നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ കൊണ്ടുതരും. അപ്പം എൻ്റെ ആഗ്രഹങ്ങൾ എന്തായിരുന്നു, എന്തിനാണ് ഞാൻ ഈ ജീവിതം ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരം കിട്ടാതെ വരുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ആ വലിയ ശൂന്യത ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത് നമ്മെ അകത്തുനിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും, തിന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. നമ്മളറിയാതെ നമ്മുടെ ആ കുഞ്ഞിനെ നമ്മളെ കാർന്ന് തിന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ശൂന്യത നമ്മളെ കടുത്ത നിരാശയിലേക്കും ആങ്സൈറ്റിയിലേക്കും തള്ളിവിടുന്നതിനോടൊപ്പം നമ്മൾ ജീവിക്കുന്നുണ്ട്, പക്ഷേ ജീവൻ്റെ തുടിപ്പില്ലാതെ ഒരു യന്ത്രം പോലെയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക.
പലപ്പോഴും ജോലിക്ക് പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു പുറത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഡെയിലി പുറത്ത് പോകുന്ന വ്യക്തികളാണെങ്കിൽ, കുടുംബത്തിൻ്റെ ഓഫീസിൻ്റെ ഒക്കെ പലരുടെയും പ്രതീക്ഷകൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ദിവസവും പോകുന്നത്. അവർ ഭയങ്കര മിടുക്കികളായിരിക്കും, എല്ലാ കാര്യത്തിലും മിടുക്കന്മാരായിരിക്കും, എല്ലാ കാര്യവും അവരെ ഇഷ്ടം പോലെ അവർ പറയുന്നതനുസരിച്ച് അവരെ തൃപ്തിപ്പെടുത്തി, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അവൾ സൂപ്പറാണ്, അല്ലെങ്കിൽ അവൻ സൂപ്പറാണ്, അടിപൊളിയാണ്, എല്ലാത്തിനും മതിയായതാണ്, എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് അങ്ങ് ചെയ്തോളും, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യാനും എല്ലാം ഈ എല്ലാവരും പറയുന്ന നന്മകൾ കേൾക്കാനും, എല്ലാവരുടെയും മുന്നിൽ നല്ല പിള്ള ചമയ്ക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്, ഓടിപ്പിടയ്ക്കുന്നുണ്ട് അല്ലേ. ആ ഓടിപ്പിടയ്ക്കുന്ന സമയത്തെ ശരിക്കും ഒരു ദിവസം നമ്മളൊരു നിശബ്ദമായിട്ട് ഇരിക്കുന്ന സമയത്ത് കരഞ്ഞു പോകും. നമുക്ക് നമ്മളോട് തന്നെ നമ്മളോട് തന്നെ മനസ്സിലാക്കി, ഞാൻ എന്ത് നേടി എന്നതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് കരയേണ്ടി ഒരു ദിവസം വരുന്നതിന് മുന്നേ ഇന്ന് തന്നെ ചിന്തിക്കുക, ഇന്ന് തന്നെ മനസ്സിലാക്കുക, നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ജീവിച്ചത്. സ്വന്തം ഇഷ്ടങ്ങളോ സ്വപ്നങ്ങളോ ഒരു ഇടവും കൊടുക്കാതെ, അതിനൊരു മുഖവരക്കും എടുക്കാതെ, എന്തിന്? ആ ഉള്ളിൽ വലിയൊരു ശൂന്യത രൂപപ്പെടുന്നതിന് മുമ്പ് സ്വയം ഒന്ന് ചിന്തിക്കാം. നമ്മൾ എത്ര പേര് ഇങ്ങനെ ജീവിക്കുന്നുണ്ട്? നമ്മുടെ ചുറ്റുഭാഗത്ത് എത്ര പേര് ഇങ്ങനെ ജീവിക്കുന്നുണ്ട്? ശരിക്കും ഈ ശൂന്യത മാറണമെങ്കിൽ, അതിൽ നിന്നൊന്ന് പുറത്ത് കടന്ന് ആ ഒരു ലൈഫിനെ നിങ്ങൾക്ക് രക്ഷിക്കണമെങ്കിൽ, നിങ്ങൾ നിങ്ങളെ തന്നെ ആദ്യം കണ്ടെത്തണം. നിങ്ങളെ തന്നെ ആദ്യം കണ്ടെത്തണം. ഞാൻ ആരാണ് എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ഒരു യാത്രയാണ് നിങ്ങൾക്ക് വേണ്ടത്. ആ ഒരു വലിയ യാത്ര നിങ്ങൾ ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ തുടങ്ങണം. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഒരു മനസ്സിങ്ങനെ ആകുലതപ്പെട്ട് വ്യഗ്രതയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ വേണ്ടി ഓടുന്ന സമയത്ത് സ്വയം കണ്ടെത്താനുള്ള ബോധ്യത്തിലേക്ക് എത്താനോ അതിനെ മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ കഴിയാതെ പോകും. അതേ സമയത്ത് ഇതിനു വേണ്ടി നിങ്ങൾ കുറഞ്ഞ സമയം ഒരു സ്ഥലത്ത് മാറിയിരുന്ന് നിങ്ങളോട് നിങ്ങൾ ആവർത്തിച്ച് ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ ആരാണ്? ഞാൻ എന്തിനു വേണ്ടിയാണ്? എൻ്റെ ലൈഫിൽ എന്തോ ഒരു പേർപ്പസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ ചെയ്ത് തീർക്കണുണ്ട്, ഞാൻ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ എന്തൊക്കെയോ നേടിയെടുക്കേണ്ടതുണ്ട് എന്നൊരു തോട്ടിലേക്ക് നമ്മൾ അവസാനം എത്തും. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇന്നൊരു പ്രാക്ടീസ് തരാം. ഇന്നു മുതൽ എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉണർന്ന് കഴിഞ്ഞിട്ടോ ഒരു ശല്യമില്ലാത്ത, ഒരു ഡിസ്റ്റർബും ഇല്ലാത്ത ഒരു സ്ഥലം കണ്ടെത്തി ഒരു 5 മിനിറ്റ് ഇരിക്കുക. ഫോണ് മാറ്റി കണ്ണുകളൊക്കെ അടച്ച് പൂർണ്ണമായിട്ട് ശാന്തതയിൽ മറ്റൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തിരിക്കുക. ഒരു 5 മിനിറ്റ് പുറം ലോകത്തെക്കുറിച്ചൊന്നുമുള്ള ചിന്തകളൊന്നുമില്ലാതെ നിങ്ങളെ സെൽഫിൻ്റെ ഉള്ളിലേക്ക് നോക്കുക. നിങ്ങളെ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുന്നതും ഉള്ളിലേക്ക് പോകുന്നതും മാത്രം ശ്രദ്ധിക്കുക. ഈ ചെറിയ പരിശീലനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 ദിവസം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു വിസ്ഡം കിട്ടാനുണ്ട്. നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരും. നിങ്ങളെ ഇൻറ്റ്യൂഷൻസ് വർക്ക് ചെയ്യാൻ തുടങ്ങും. നിങ്ങളെ ഉള്ളിൽ നിന്ന് നിങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. ആദ്യത്തെ ദിവസം ചിലപ്പോൾ ഡിസ്ട്രാക്ഷനൊക്കെ ഉണ്ടാവും. പതിയെ 2-3 ദിവസം ആകുമ്പോൾ നിങ്ങൾ ഇതുമായിട്ട് അലൈൻ ചെയ്യും. ഇത് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത 21 ദിവസവും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരു 5 മിനിറ്റ് മാറ്റി വെച്ച് സമാധാനത്തിൽ എവിടെയെങ്കിലും ഇരുന്ന് നിങ്ങളെ സെൽഫിനെ കണ്ടെത്താനുള്ള ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു പ്രാക്ടീസിൻ്റെ അവസാനം നിങ്ങളെ സെൽഫിലോട്ട് എൻ്റെ കൂടെ, ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുമ്പം തന്നെ നിങ്ങൾ എൻ്റെ കൂടെ നിങ്ങൾ പറയാം, എൻ്റെ ഉള്ളിലെ ശൂന്യത ഞാൻ തിരിച്ചറിഞ്ഞ് മാറ്റിയെടുക്കുന്നു. എല്ലാവരും പറഞ്ഞ്, എൻ്റെ ഉള്ളിലെ ശൂന്യത ഞാൻ തിരിച്ചറിഞ്ഞ് മാറ്റിയെടുക്കുന്നു. ഞാൻ ആരാണെന്ന് ഞാൻ സ്വയം കണ്ടെത്തുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ശില്പിയാണ്. എൻ്റെ ഉള്ളിലെ ശൂന്യത ഞാൻ തിരിച്ചറിഞ്ഞ് മാറ്റിയെടുക്കുന്നു. ഞാൻ ആരാണെന്ന് ഞാൻ സ്വയം കണ്ടെത്തുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ശില്പിയാണ്.
താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പം ഈ പ്രാക്ടീസ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. എന്താണ് 5 മിനിറ്റ് സൈലൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുക. ഏതെങ്കിലും ഒരു ബുക്കും പെന്നും എടുത്ത് നിങ്ങൾ അടുത്ത് വെക്കുക കേട്ടോ. എന്തെങ്കിലും ഇൻഡ്യൂഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിലേക്ക് എഴുതിയെടുക്കാം. ഓക്കെ. അപ്പോൾ പതിയെ പതിയെ 2-3 ദിവസമാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മാറ്റങ്ങൾ ആവശ്യമായിട്ടുള്ള ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരണം, എല്ലാതരം പ്രയാസങ്ങളിൽ നിന്നും മാറണം, ആരോഗ്യം, സാമ്പത്തികം, അതുപോലെ റിലേഷൻഷിപ്പ് തുടങ്ങിയ ഓരോ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവുമായിട്ട് ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കുണ്ടായ ഫീലിംഗ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതിൽ ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. 100 ദിവസത്തെ ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക. അതിന് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. താഴെ ലിങ്ക് ഉണ്ട്. അതുവഴി നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് കാണാനും അവിടുന്ന് സംസാരിക്കാനും കഴിയുന്നതാണ്. അപ്പോൾ താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.